നമ്മുടെ ശരീരത്തിലൊക്കെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല അടയാളങ്ങളുണ്ടെങ്കിൽ നമുക്ക് വലിയ പേടിയായിരിക്കും. ഞാനിപ്പോൾ മരിച്ചു പോവോ, എനിക്കിനി കുറേ കാലം ജീവിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ശ്വാസം മുട്ട് വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചെക്കിങ്ങുകൾ നടത്തിയതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ക്യാൻസറാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കൊക്കെ മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും പലപ്പോഴും. ഇനി എനിക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റില്ല, പലരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും, ഇനി ഞാൻ അധിക നാൾ ജീവിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെങ്കിലും ചെറിയ രോഗങ്ങളുണ്ടായാൽ തന്നെ മനസ്സ് തകരുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്ന, നല്ല ആഫിയത്തോടു കൂടെ ഒരുപാട് കാലം ദീർഘായുസ്സോടു കൂടെ ജീവിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായൊരു ആയത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്. അത് ഒരു ദിക്റ് കൂടെയാണ് യഥാർത്ഥത്തിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും ഈ ഒരു ആയത്ത് ജീവിതത്തിൽ പകർത്തി നോക്കൂ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആയത്താണ് നമ്മൾ ഓതുന്നത്. ഈ ആയത്ത് നമ്മൾ പകൽ ഓതിയിട്ട്, ഈ ഒരു ദിക്ർ നമ്മൾ പകൽ ഓതിയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പകലിൽ അവൻ മരണപ്പെടുകയില്ല, അതുപോലെ തന്നെ രാത്രിയിലും മരണപ്പെടുകയില്ല. രാത്രി ഓതി രാത്രിയിലും മരണപ്പെടില്ല, പകൽ ഓതിയാൽ പകലിലും മരണപ്പെടില്ല. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ പിന്നെ ഓന് മരിക്കാതെ കുറേ കാലം ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. ഇത് തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ ഒരാൾ പകൽ ഓതിയാൽ ആ പകലിൽ അയാൾ മരിക്കുകയില്ല, രാത്രി ഓതിയാൽ അതുപോലെ മരണപ്പെടുകയില്ല. ഈ ഒരു ഹദീസ് കേട്ട ഒരു വലിയ മഹാന് ഇങ്ങനെ രോഗം ബാധിച്ച സമയത്ത് ഇതിങ്ങനെ പതിവായി ഓതാൻ തുടങ്ങിയെന്ന. വലിയ രോഗം ഉണ്ടായിരുന്നു, മാരകമായ രോഗമൊക്കെ ബാധിച്ചിട്ട് രോഗശയ്യയിലായിട്ട് ഇങ്ങനെ കിടക്കണം, മരണപ്പെടില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ ഓതാൻ തുടങ്ങി, ആ വലിയ മഹാന്. പകലും ഓതും രാത്രി ഓതും. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോൾ 120 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ്. ഒടുവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കണ്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാനവറുകളോട് ചോദിച്ചു, എത്ര കാലം ഇങ്ങനെ ഓടിമറയും എന്ന് ചോദിച്ചു. അങ്ങനെ ആ ചോദ്യത്തിന് ശേഷം പിന്നീട് ആ വലിയ മഹാനത് ഓതിയില്ല, അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു സംഭവമാണ് ഇത്. ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പതിവാക്കാം. അത് തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില അമലുകളാണ് പറയുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ അപ്ഡേഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനുവൽ എക്സാമൊക്കെ വരാനിരിക്കുകയാണ്. പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞാൽ ഒരു അധ്യയന വർഷം പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളെ ദർസിലേക്ക് ചേർക്കണം, നല്ല ദീനി ചിട്ടയിൽ വളർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ദർസിലേക്ക് അവരെ ചേർക്കാവുന്നതാണ്. ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരതിന് ഒരു വിധം നമ്മൾ പഠിപ്പിച്ചെടുത്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കഴിവിലേക്കൊക്കെ എത്തുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ അഡ്മിഷൻ എടുക്കും. നല്ല രൂപത്തിൽ ദീനി ചിട്ടയിൽ മതവും ഭൗതികവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. നല്ല രൂപത്തിൽ അവരെ വളർത്താൻ നമുക്ക് സാധിക്കും, നല്ല രൂപത്തിൽ തിരിച്ചു തരാൻ സാധിക്കും. 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഈ വർഷത്തെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ സാധിക്കുന്നവരൊക്കെ സ്വതക്ക നൽകുക. ഒരു 10 പേരുടെയോ 20 പേരുടെയോ 50 പേരുടെയൊക്കെ നോമ്പ് തുറ ഈ പറയുന്ന നമ്പറിൽ കാണുന്ന, ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പർ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ പുണ്യകരമായ കർമ്മമായിരിക്കുമല്ലോ. വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽപ്പെട്ടൊരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം നൽകിയവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആയത്താണ്. ഞാനിത് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അതൊരാൾ പകലിൽ ഓതിയാൽ ആ പകലിൽ അയാൾ മരണപ്പെടുകയില്ല, രാത്രി ഓതിയാലും അതുപോലെ തന്നെ മരണപ്പെടുകയില്ല. ഈ ഹദീസ് കേട്ടൊരു വലിയ മഹാന് രോഗശൈലിയിൽ വെച്ച് ഇത് പതിവായി ഓതാൻ തുടങ്ങിയതാണ്. രോഗം വന്നപ്പോൾ നന്നായിട്ട് ഇത് ഓതാൻ തുടങ്ങി. അങ്ങനെ ഓതി 120 വയസ്സെത്തിയപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഓതിയില്ല. അങ്ങനെയാണ് വിട പറയുന്നത് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ്. പലപ്പോഴും വലിയ ഭീതിയിൽ കഴിയുന്നവരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമോ,
പെട്ടെന്ന് മരണപ്പെടൂ എന്നുള്ളത് നമുക്ക് പതിവാക്കാവുന്നതല്ല, വളരെ എളുപ്പത്തിൽ അതാവുന്നതല്ലേ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ നന്മയെ കൈവരിക്കാനും തിന്മയെ തടയാനും മതിയായ ദുആ ആണ്. നന്മയെ കൈവരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖൈറാത്തുകൾ നമ്മിലേക്ക് വന്നു ചേരാനും തിന്മയെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാനും കാരണമാകുന്നു. അപ്പോൾ അരുതായ്മകൾ, വേണ്ടാത്ത കാര്യങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊന്നും നമ്മിലേക്ക് സംഭവിക്കില്ല. ഖൈറിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു കിട്ടാൻ ഈ ഒരു ആയത്ത്, ഈ ഒരു ദിക്ർ കാരണമാകുന്നതാണ്. ഇതിൻ്റെ പുണ്യം വളരെ മഹത്തരമേറിയതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് തുർമുദിയും ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണിത്. ഈ ദുആ ഏത് മുസ്ലിം ചൊല്ലിയാലും അവന് ഉത്തരം ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ദുആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവ്യനാമം ചൊല്ലുന്നതായിട്ട് ഞാൻ കേട്ടു. അത് മുഖേന ആരെന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഒരു ദുആ ഉണ്ടല്ലോ, അത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാത്രം ദുആ ആണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായിട്ടും മുസ്ലിം സമൂഹത്തിന് പൊതുവായിട്ടുമുള്ള ദുആ ആണത്. ഖുർആൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, ഇരുട്ടിലകപ്പെട്ട, അന്ധകാരത്തിലകപ്പെട്ട, ഇരുട്ടിലകപ്പെട്ട, മത്സ്യവയറ്റിലകപ്പെട്ട സമയത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ അപ്രകാരം നാം രക്ഷപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വലിയൊരു പരിഹാരമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഏതൊരാളും ഇത് 40 തവണ ചൊല്ലിയാൽ, 40 തവണ ഇത് ചൊല്ലിയാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും, അയാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും, പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കുറേ മുമ്പ് ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ടിത് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട്. സ്ഥിരമായിട്ടിത് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്തും ഖൈറും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന പുണ്യകരമായ ഒരു ദിക്ർ കൂടെയാണിത്. ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എങ്ങനെയാണ് ആ കാര്യം സാധിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ സുജൂദിൽ കിടന്ന് 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് ചൊല്ലട്ടെ എന്ന്. അപ്പോൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതിൻ്റെ ആ പവിത്രത, അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ എത്ര പെട്ടെന്ന് അതിന് റിസൾട്ട് ലഭിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹിനോട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുക, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ ഒരാൾ വിഷമാവസ്ഥയിൽ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കുക, എന്നാൽ പൂർണ്ണമായ വുളു എടുക്കണം. പൂർണ്ണമായ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ് ഒരു സുജൂദും കൂടി ചെയ്ത് അതിൽ 40 തവണ ഇങ്ങനെ ദുആ ചെയ്യണം. ശേഷം ആവശ്യമുള്ളതെല്ലാം അള്ളാഹിനോട് ചോദിക്കണം, ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചേക്കാവുന്ന എത്രയോ അമലുകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വലിയ ഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഇതിന് താഴെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് എഴുതി അറിയിക്കും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.